ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം മുതൽ BA പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. അതിൻ്റെ സിലബസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. 6 സെമസ്റ്ററുകളിലായിട്ട് 3 വർഷമാണ് BA പൊളിറ്റിക്കൽ സയൻസ് ഉള്ളത്. നമുക്ക് ഓരോ സെമസ്റ്ററിലെയും പേപ്പറുകൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ സെമസ്റ്ററിൽ 4 പേപ്പറാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഡിസിപ്ലിൻ കോർ കോഴ്സ്, മറ്റൊന്ന് ആൻസിലറി കോഴ്സ്, മറ്റൊന്ന് ലാംഗ്വേജ് കോർ കോഴ്സ്, മറ്റൊന്ന് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ്. അങ്ങനെ 4 പേപ്പറാണ് പഠിക്കാനുള്ളത്. ഡിസിപ്ലിൻ കോർ കോഴ്സ് വരുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറാണ്. ആൻസിലറി കോഴ്സ് വരുന്നത് ഹിസ്റ്ററിയിലെ പേപ്പറാണ്, സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി. ലാംഗ്വേജ് കോർ കോഴ്സിൽ ലാംഗ്വേജ് കോർ കോഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ്. അത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സായിട്ട് വരുന്നത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന പേപ്പറാണ്. ഇനി രണ്ടാമത്തെ സെമ്മിൽ 4 പേപ്പർ തന്നെയാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്ന് ഡിസിപ്ലിൻ കോർ കോഴ്സാണ്, മറ്റൊന്ന് ആൻസിലറി കോഴ്സാണ്, മറ്റൊന്ന് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജുകളാണ്, മറ്റൊന്ന് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സാണ്. ഇതിൽ ഡിസിപ്ലിൻ കോർ കോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പേപ്പറിൻ്റെ പേര് ബേസിക് കൺസെപ്റ്റ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്. അതാണ് കോർ കോഴ്സായിട്ട്, ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് വരുന്നത്, ബേസിക് കൺസെപ്റ്റ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്. രണ്ടാമത്തത് ആൻസിലറി കോഴ്സാണ്. ആൻസിലറി കോഴ്സ് എക്കണോമിക്സിൻ്റെ പേപ്പറാണ്, ജനറൽ എക്കണോമിക്സ് എന്ന പേപ്പറാണ്. മൂന്നാമത്തത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിൻ്റെ പേപ്പറാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അറബി എടുക്കുന്നവർക്ക് അറബി, അല്ലെങ്കിൽ ഹിന്ദി, അല്ലെങ്കിൽ മലയാളം, അങ്ങനെ സംസ്കൃതം ഏതാണോ താല്പര്യമുള്ളത് അതെടുത്ത് പഠിക്കാവുന്നതാണ്. നാലാമത്തെ പേപ്പർ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സാണ്. അതും ഒരുപാട് പേപ്പറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. മൂന്നാമത്തെ സെമ്മിൽ 5 പേപ്പറുണ്ട്. ഒരു ഡിസിപ്ലിൻ കോർ കോഴ്സ്, ഒരു ആൻസിലറി കോഴ്സ്, ഒരു ലാംഗ്വേജ് കോർ കോഴ്സ്, ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ്, ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്. അങ്ങനെ 5 കോഴ്സാണ് തേർഡ് സെമ്മിലുള്ളത്. ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് വരുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന പേപ്പറാണ്. പിന്നെ ആൻസിലറി കോഴ്സായിട്ട് വരുന്നത് സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറാണ്. സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ, അത് ഹിസ്റ്ററിയിലെ പേപ്പറാണ് ആൻസിലറി കോഴ്സായിട്ട് വരുന്നത്. ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിച്ച ഹിസ്റ്ററി, അത് വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമാണ്. തേർഡ് സെമ്മിൽ പഠിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട, സോഷ്യൽ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ഒരു പേപ്പറാണ്. പിന്നെ ലാംഗ്വേജ് കോർ കോഴ്സാണ്. അത് ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ്, ലിറ്ററേച്ചർ ആൻഡ് ദ കണ്ടംപററി വേൾഡ് എന്ന് പറയുന്ന പേപ്പറാണ്. നാലാമത്തത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സാണ്. അത് ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന പേപ്പറാണ്. മറ്റൊന്ന് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, അത് എൻവയോൺമെൻറ്റൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പേപ്പറാണ്. ഇങ്ങനെ 5 പേപ്പറാണ് തേർഡ് സെമ്മിലുള്ളത്. ഫോർത്ത് സെമ്മിലുള്ളത് 4 പേപ്പറാണ്. 4 പേപ്പർ തന്നെയാണ് ഫോർത്ത് സെമ്മിലുള്ളത്. അത് ഒന്ന് ഡിസിപ്ലിൻ കോർ കോഴ്സാണ്. അത് ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന പേപ്പറാണ്. രണ്ടാമത്തത് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സാണ്. ഡിസിപ്ലിനിൽ തന്നെയുള്ള സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സാണ്. അത് 2 പേപ്പറുണ്ട്. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇന്ത്യ ആൻഡ് ദ വേൾഡ്, അതുപോലെ ഹ്യൂമൻ റൈറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യ ആൻഡ് ദ വേൾഡ്. ഇങ്ങനെ 2 പേപ്പറുണ്ട്. അതിലേതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ ആൻസിലറി കോഴ്സാണുള്ളത്. ആൻസിലറി കോഴ്സ് ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ്, അത് എക്കണോമിക്സിൻ്റെ പേപ്പറാണ്. സെക്കൻഡ് സെമ്മിൽ നമ്മൾ പഠിച്ച പോലെ ഫോർത്ത് സെമ്മിൽ പഠിക്കുന്നതും എക്കണോമിക്സിൻ്റെ പേപ്പറാണ് ആൻസിലറി കോഴ്സിൽ വരുന്നത്. നാലാമത്തെ പേപ്പർ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അറബിയും ഹിന്ദിയും നിങ്ങൾ ഏതാണോ മുമ്പ് തിരഞ്ഞെടുത്തത് അതുപോലെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫിഫ്ത്ത് സെമ്മിലും 4 പേപ്പറാണ് വരുന്നത്. ഫിഫ്ത്ത് സെമ്മിൽ 4 പേപ്പറിൽ ഒരു ഡിസിപ്ലിൻ കോർ കോഴ്സ് ഉണ്ട്, മറ്റൊന്ന് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് ഉണ്ട്, ഒരു ജനറിക് ഇലക്റ്റീവ്സ് ഉണ്ട്, പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സും ഉണ്ട്. അങ്ങനെ 4 പേപ്പറാണ്. അതിൽ ഡിസിപ്ലിൻ കോർ പേപ്പറിൽ ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്ന പേപ്പറാണ്, പൊളിറ്റിക്കൽ തോട്ടിൻ്റെ പേപ്പറാണ് ഫിഫ്ത്ത് സെമ്മിൽ വരുന്നത്. പിന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സിൽ 2 തിരഞ്ഞെടുക്കണം. 4 പേപ്പറുണ്ട്. ഒന്ന് ജെൻഡർ ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻ, മറ്റൊന്ന് ഇൻട്രൊഡക്ഷൻ ടു പബ്ലിക് പോളിസി, അണ്ടർസ്റ്റാൻഡിങ് ഗാന്ധി ആൻഡ് അംബേദ്കർ, അണ്ടർസ്റ്റാൻഡിങ് ഗ്ലോബലൈസേഷൻ. ഇങ്ങനെ 4 പേപ്പറുണ്ട്. അതിൽ 2 ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സായിട്ട് തിരഞ്ഞെടുക്കണം. പിന്നെ മൂന്നാമത്തെ പേപ്പറായിട്ട് വരുന്നത് ജനറിക് ഇലക്റ്റീവാണ്. അത് ഭാഷാ പേപ്പറുകളാണ്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. മറ്റൊന്ന് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്. അത് ഗവേണൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറാണ്. ഇനി ആറാമത്തെ സെമ്മിലും 4 പേപ്പർ തന്നെയാണ്. 3 പേപ്പറും ഒരു ഡെസർട്ടേഷനായിട്ടാണ്, ഒരു പ്രൊജക്റ്റുമായിട്ടാണ് വരുന്നത്. 2 ഡിസിപ്ലിൻ കോർ കോഴ്സ് ഉണ്ട് 6th സെമ്മിൽ വരുമ്പോൾ.
ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, മറ്റൊന്ന് ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനാഷണൽ റിലേഷൻ. ഈ 2 ഡിസിപ്ലിൻ കോർ കോഴ്സ് പഠിക്കുന്നു. അതുപോലെ ജനറിക് ഇലക്റ്റീവ് എന്ന് പറയുന്ന പേപ്പറുണ്ട്. അത് ഒരുപാട് പേപ്പറുണ്ട്, അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒന്ന് തിരഞ്ഞെടുത്താൽ മതി. പിന്നെ ഡെസർട്ടേഷനുമാണ്. അങ്ങനെ 3 പേപ്പറും ഒരു ഡെസർട്ടേഷനുമാണ് 6th സെമ്മിലുള്ളത്. ഇത്രയുമാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ സിലബസിലുള്ള പഠിക്കാനുള്ള പേപ്പർ എന്ന് പറയുന്നത്. നമുക്ക് പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ യൂട്യൂബിൽ കഴിയുകയാണെങ്കിൽ എടുക്കാൻ ശ്രമിക്കാം, പരമാവധി എടുക്കാൻ ശ്രമിക്കാം. നോക്കാം നമുക്ക്.